പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും BSNLൻ്റെ ഉയർച്ച, ഒരു കൂട്ടം തൊഴിലാളികളുടെ തകർച്ച എന്നുള്ള വിഷയത്തെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ച തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് യാതൊരു വിധമായ സംരക്ഷണയുമില്ലാത്ത ഒരു കൂട്ടം തൊഴിലാളി സമൂഹം. അവർ തൊഴിലാളികളുമാണ്, മുതലാളിമാരുമാണ്, സ്വയം സംരംഭകരാണ് അവർ. കേരളം എന്ന് പറഞ്ഞാൽ സംരംഭക സൗഹൃദ സംസ്ഥാനമെന്നാണ് ഭരണകർത്താക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. അങ്ങനെ സംരംഭക സൗഹൃദ സംസ്ഥാനത്തിലെ ഒരു സംരംഭകരാണ് ഇവർ, ഈ LCOമാർ എന്ന് പറയുന്ന ഇവർ ഓരോരുത്തരും. കാര്യം ഇവരെല്ലാം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ഇവരുടെ BSNLുമായിട്ടുള്ളത്. അവരുമായിട്ട് ചേർന്നുള്ള ഒരു ബിസിനസ്സാണ് ഇവർ നടത്തുന്നത്. പക്ഷെങ്കിൽ ഇവർ സംഘടിതരല്ല. ഇവർക്ക് പറഞ്ഞ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ചില LCOമാർ ഒത്തുകൂടി 2 സംഘടനകൾ മുഖ്യമായിട്ട് ഇന്ന് കേരളത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ബീറ്റ എന്ന് പറയുന്ന ഒരു സംഘടനയും 2 ഉദ്യമി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയും. ഇത് പുതുതായിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ്. വലിയൊരു സംഘടനാ ബലമോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ ഒന്നും ഈ സംഘടനകൾക്കില്ല. അതിൻ്റേതായ കുറവുകൾ അവരുടെ ഈ പ്രശ്നപരിഹാരത്തിൽ അവർ നേരിടുന്നുമുണ്ട്. ഇനിയും അതിൻ്റെ നാൾ വഴികൾ അതിൻ്റെ പുറമേ നമുക്ക് പുറകിലേക്ക് പോയിട്ട് അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാം. ഈ കേബിൾ അല്ലെങ്കിൽ കേബിൾ TV-കൾ പ്രാബല്യത്തിൽ വന്നത് വളരെ 10-15 വർഷം മുമ്പ് തൊട്ട് തന്നെ കേബിൾ TV-കൾ നിലവിലുണ്ട്. കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള 2 പ്രമുഖമായ കേബിൾ കമ്പനികളാണ്. ഏഷ്യാനെറ്റ്, 2 കേരള വിഷൻ. ഇനിയും പല കമ്പനികളുണ്ട്. ഇവരൊക്കെയുമുണ്ട്. ഇവർക്കൊക്കെ പണ്ട് തൊട്ടേ കേബിൾ TV ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ അതാത് ദേശങ്ങളിൽ സ്വയമായിട്ട് കേബിൾ TV ശൃംഖല നടത്തുന്നവരുമുണ്ട്. അപ്പം ഇവർക്കൊക്കെ പണ്ട് KSEB ഇവരുമായിട്ട് ഒരു താരിഫ് അവർക്ക് നേരത്തെ നിലവിലുണ്ടായിരുന്നു. 2020 അതൊരു പരിഷ്കരണം വന്നപ്പോൾ കേബിൾ TV നെറ്റ്വർക്ക് അവരുടെ സംഘടന മന്ത്രിതലത്തിൽ അവരുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. അതിൽ അന്ന് അവരൊരു നല്ല ഒരു നെഗോസിയേഷൻ നടത്തിയിരുന്നു. അന്ന് ആ വിലവർദ്ധനവ് നടപ്പിലാക്കാതെ അതിനൊരു പുതിയ താരിഫ് അവർ നിലവിൽ കൊണ്ടുവന്നു. അതാണ് ഞാൻ ഇതിനിടയ്ക്ക് പരാമർശിച്ചിരുന്ന നഗരപ്രദേശങ്ങളിൽ 300 രൂപയും പ്രാന്തപ്രദേശങ്ങളിൽ 145 രൂപയും അതിൻ്റെ ടാക്സ്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ അന്ന് ആ നിലവിൽ വന്ന ആ ഓർഡറിൽ പറഞ്ഞിരുന്ന നിരക്കുകൾ. അത് കേബിൾ TV ശൃംഖലയ്ക്കുള്ള താരിഫുകളാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ BSNL ഇങ്ങനെ ഒരു കേബിൾ TVയും അല്ലെങ്കിൽ ഫൈബർ നെറ്റ്വർക്കുമായി അവർ ഇൻ്റർനെറ്റ് പ്രൊവൈഡിങ്സ് ഇതുമായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് KSEB അതിനായി വേറൊരു താരിഫ് നിശ്ചയിച്ചു. അത് 3G 4G 5G ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ടെക്നിക്കൽ ഡീറ്റെയിൽസും പറഞ്ഞാണ് അന്ന് അവർ താരിഫ് നിശ്ചയിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഈ 3G 4G 5G ഇങ്ങനെയുള്ള ഇത് കൊണ്ടുപോകുന്നത് വലിക്കുന്നതിന് അന്ന് KSEB നിശ്ചയിച്ച നിരക്ക് നഗരപ്രദേശങ്ങളിൽ 500 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 295 രൂപയും എന്നുള്ളൊരു റേറ്റാണ് അവരന്ന് പ്രഖ്യാപിച്ചത്. നിരക്കിൻ്റെ അകത്ത് അല്പം ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാമെങ്കിലും ഏകദേശം മേ ബി 5 rupees more or 5 rupees less ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അങ്ങനെ ഒരു പുതിയ നിരക്കാണ് അന്ന് KSEB ഈ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിന് വേണ്ടി തയ്യാറാക്കിയ താരിഫ്. പക്ഷേങ്കിൽ അന്ന് ഈ ഇൻ്റർനെറ്റ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഒപ്റ്റിക്കൽ ഫൈബർ സപ്ലൈ ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ തന്നെ BSNLൻ്റെ LCOമാരുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ പരാമർശിക്കുന്നത് BSNL ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന LCOമാരെ പറ്റിയാണ്. അതിൽ ഈ നിരക്ക് അവർ രണ്ടാമത് പ്രഖ്യാപിച്ച ഈ നിരക്ക് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞ് അന്ന് പലതരത്തിലും ഗവൺമെൻറ്റുമായിട്ട് അവർ നെഗോസിയേഷന് ശ്രമിച്ചിരുന്നു.
ഈ സംഘടനകളൊക്കെയും, കാര്യം ഞാൻ ഈ പറഞ്ഞ 2 സംഘടനകൾ ഈ ഒരു പ്രശ്നത്തോടു കൂടിയാണ് ഇത് രൂപീകൃതമാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവർ സംസാരിച്ചിരുന്നു. അവർ സംസാരിച്ചിട്ട് ആ ഒരു കാര്യത്തിലൊരു തീരുമാനം, അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ആ ഒരു സമയത്താണ് ഈ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ BSNLൻ്റെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുവാൻ BSNL തിരഞ്ഞെടുത്തത് 2 തരം LCOമാരെയാണ്. ഒന്ന്, ഈ ഓൾറെഡി നിലവിലുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ള കേബിൾ TV-കളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ LCOമാരെയും ഇവർ തിരഞ്ഞെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ BSNLൻ്റെ നെറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടി BSNL എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ കേബിൾ TV അങ്ങനെയുള്ള യാതൊരുവിധമായ കാര്യങ്ങളുമില്ല. അവർ BSNL നെറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, വേറൊരു സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ആ ഒരു പ്രൊവൈഡേഴ്സിൻ്റെ അസോസിയേഷനാണ് ബീറ്റ എന്ന് പറയുന്നത്. 2 ഉദ്യമി അസോസിയേഷനിൽ അതിൽ ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 60% ആൾക്കാർ BSNL മാത്രം 50% ആൾക്കാർ BSNL മാത്രം BSNL നെറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ബാക്കിയുള്ള 50% അവർ മറ്റുള്ള നെറ്റ്വർക്കുകളും അവർക്കുണ്ട്. അങ്ങനെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ, അത് ഏത് ഫൈബർ മുഖേന ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സർവീസിന് ഇത്ര ഭീമമായ ഒരു റെൻറ്റ് വന്നപ്പോൾ അവർ കോടതിയെ സമീപിച്ച് കോടതിയിൽ അവരതിന് ആക്ഷേപം ബോധിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അന്ന് ഏകദേശം ഒരു എൻട്രി ഓർഡർ അവർ പുറപ്പെടുവിച്ചു. കാര്യം ഈ കേസ് തീരുമാനമാകുന്നത് വരെയും ഈ കേബിൾ TV-കാർക്ക് ഈടാക്കിയിരിക്കുന്ന ആ ഒരു നിരക്കിൽ തന്നെ ഇവരിൽ നിന്നും നിരക്ക് ഈടാക്കുവാനാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. തുടക്കം മുതലേ ആ ഉത്തരവ് പാലിക്കുവാൻ KSEക്ക് ഒരു വിമുഖത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാര്യം അവർ അത് അംഗീകരിക്കുവാൻ ഒരുക്കമല്ലായിരുന്നു. കാര്യം അവർ നിശ്ചയിച്ച, ബോർഡ് തീരുമാനിച്ച ആ നിരക്ക് തന്നെ വേണമെന്നുള്ള ഒരു പിടിവാശിയിലായിരുന്നു KSEB. പക്ഷെങ്കിൽ കോടതിയുടെ ആ എൻട്രി ഓർഡറുകൾ അന്ന് ചുരുക്കം ചില ആൾക്കാർക്ക്, അതിൽ കക്ഷി ചേർന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് നിലവിൽ വന്നത്. അന്ന് അത് ആ എൻട്രി ഓർഡർ കൊണ്ടുകൊടുത്ത് അങ്ങനെ ആ കേസിൽ കക്ഷി ചേർന്നിരുന്ന പല വ്യക്തികൾക്കും ആ നിരക്കിൽ തന്നെ അടയ്ക്കുവാനുള്ള ഇത് അവസരം ലഭിക്കുകയുണ്ടായി. ഏകദേശം ഒരു 2-3 മാസം മുമ്പ് ആ കേസിൻ്റെ ഫൈനൽ ജഡ്ജിമെൻറ്റ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ അതിൽ കക്ഷി ചേർന്നിരിക്കുന്ന ആ സംഘടനകൾക്കും അതിൽ അംഗമായിരിക്കുന്ന നേരിട്ട് കക്ഷി ചേർന്നിരുന്ന ആൾക്കാർക്കും അതേ നിരക്ക് തന്നെ നിലവിൽ വരുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിനുശേഷം അവർ പുതുക്കി നിശ്ചയിച്ച ആ നിരക്ക് താൽക്കാലികമായിട്ടല്ല, അത് ഓർഡറോടുകൂടി പെർമനൻ്റായിട്ട് മരവിപ്പിച്ചുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവുകളാണ് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ KSEBയിൽ നേരിട്ട് ചെന്ന് അവരെ ഈ കാര്യം ബോധിപ്പിക്കുകയും KSEB സെക്രട്ടറിയെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും KSEBക്ക് ആ ഉത്തരവ് അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ KSEBയിൽ നിന്നും വലിയ വൈമുഖ്യമാണ് പല ഓഫീസർമാരും കാണിച്ചത്. കേന്ദ്രീകൃതമായി വൈദ്യുതി ഭവനിൽ കൊണ്ടുവന്നാണ് ഈ വിധി അവർ കൊടുക്കുകയും കക്ഷി ചേർന്ന സംഘടനകളും ആൾക്കാരും ഈ കാര്യം ബോധിപ്പിച്ചത് എങ്കിലും അത് KSEB ആ ഡയറക്ടർ ബോർഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളുടെ ആ ഒരു ഉത്തരവാദിത്തമാണ് അത് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെയും ആ വിവരം ധരിപ്പിക്കുക എന്നുള്ളത്. ഇനിയും അവിടെ നിന്നും ആ വിവരം KSEB താഴെയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ ധരിപ്പിക്കാഞ്ഞിട്ടാണോ അതോ അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അവർ തുടക്കത്തിൽ തന്നെ ഈ ഒരു നിരക്ക് സ്വീകരിക്കുവാൻ വിമുഖത പ്രകടിപ്പിക്കുകയും അവർ കൂടിയ നിരക്ക് വേണമെന്ന് തന്നെ അവരെ വാശി പിടിക്കുകയും ചെയ്യും. അതിൻ്റെ വെളിച്ചത്തിൽ ഓരോ LCOമാരും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ കക്ഷികളും നേരിട്ട് വിധിയുടെ പകർപ്പുകൾ കൊടുത്ത് ഈ കോടതി വിധി പ്രകാരമുള്ള നിരക്ക് അനുവദിച്ച് തരണം എന്ന് അഭ്യർത്ഥിച്ചത് പ്രകാരം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 60% ഭാഗങ്ങളിൽ KSEB അങ്ങനെ ആ ഉത്തരവും പ്രകാരമുള്ള
നിരക്കാണ് ഇന്ന് നിലവിൽ അവർ അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ രാജ്യത്തെ ഈ ഹൈക്കോടതിയുടെ വിധി ബാധകമേ അല്ല. KSEB ഈ ഹൈക്കോടതിയുടെ കീഴിലല്ല. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ള നിലയിൽ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ നിർദാക്ഷിണ്യം ഇങ്ങനെയുള്ള LCOമാരുടെ കേബിളുകൾ കട്ട് ചെയ്യുകയും അതുപോലെ കേബിളുകൾ എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ത്രട്ടണി എന്ന് പറഞ്ഞാൽ അവർ ഈ OLT ഒക്കെ വെച്ചിരിക്കുന്ന ആ റൂമിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികളാണ് ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, ഇവരെ അങ്ങനെ സംഘടിതമായ വലിയൊരു രാഷ്ട്രീയ എന്തെങ്കിലും ആഭിമുഖ്യമുള്ള അങ്ങനെ ഒരു സംഘടനകളല്ല. അവർ ഇതിൻ്റെ മേലെ തലയത്തിലുള്ള എല്ലാവരും അവരാൽ കഴിയുന്നത് മാതിരി ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഒന്നും ബാധകമല്ലാത്ത ഒരു രീതിയിലാണ് KSEBയിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നത്. ഇത് KSEBയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ചിലയിടങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നത്. അവർ ഡയറക്റ്റ് നേരിട്ട് തന്നെ അവരോട് പറയുന്നത് ഈ വിധി ഞങ്ങൾക്ക് ഈ വിധി ഞങ്ങളെ കാണിക്കണ്ട എന്ന് വിധിയുടെ പകർപ്പ് വാങ്ങിക്കാൻ പോലും വൈമുഖ്യം കാണിക്കുന്ന ഒരു കൂട്ടം എഞ്ചിനീയർമാരെ നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. എല്ലാവരുമില്ല, പിന്നെ ഞാൻ പറയുന്നു എല്ലാവരുമല്ല, ചില എഞ്ചിനീയർമാർ അങ്ങനെയാണ്. അവർ പറയുന്നത് അവർക്ക് ഈ വിധി ബാധകമല്ല, അവർക്ക് ഹൈക്കോടതി പറയുന്നത് ബാധകമല്ല, അവർക്ക് ബോർഡിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, സാമ്പത്തികമായ പ്രതിസന്ധി KSEBയിലുമുണ്ട്. അത് കാരണം അവർ ചിലപ്പം മുകളിൽ നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ കുടിശ്ശികളൊക്കെ പിരിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്നുണ്ടാകാം. അതിൻ്റെ ഒരു റിയാക്ഷൻ ആകാം എന്ന് വേണമെങ്കിൽ ജനറലി നമുക്ക് പറയാമെങ്കിലും ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി ഉള്ളപ്പോൾ ഇങ്ങനെ ഈ ഉത്തരവാദിത്തപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഹൈക്കോടതി വിധി അവർക്ക് ബാധകമല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഇങ്ങനെ ഈ നാശനഷ്ടങ്ങൾ ഇങ്ങനെ ഈ പലയിടങ്ങളിലും KSEB ഈ നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോൾ ഞങ്ങൾ പകുതി പാർട്ട്ണർമാരായ BSNL എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഇതിൻ്റെ പകുതി പങ്കാളിത്തം BSNLനാണ്. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ BSNLൻ്റേതാണ് കസ്റ്റമർ മുഴുവൻ. കാര്യം ഈ LCOയ്ക്ക് കസ്റ്റമറുമായിട്ട് യാതൊരു വിധമായ വേറൊരു ബന്ധവുമില്ല. അവർ ഇങ്ങനൊരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അവർ നേരിട്ട് BSNLനാണ് ബില്ല് അടയ്ക്കുന്നത്. BSNLാണ് അവർക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിൽ ഇൻ്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അങ്ങനെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് BSNLാണ്. അത് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ KSEB പോലെ തന്നെ ഒരു പ്രസ്ഥാനമാണ്. അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ട് BSNLിലെ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്ന ആ പണി മാത്രം ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് ഈ LCOമാരെന്ന് പറയുന്നത്. ഈ LCOമാരുടെ കേബിള് കട്ട് ചെയ്യുമ്പോൾ നോർമലി നിയമപരമായി നോക്കുകയാണെങ്കിൽ ഈ LCOമാരല്ല കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. കാര്യം പ്രൊവൈഡ് ചെയ്യുന്നത് BSNLാണ്. അപ്പോൾ അവരങ്ങനെ ഈ LCOമാർ ആ കാര്യം BSNL ഓഫീസിൽ ധരിപ്പിച്ചാൽ നേരിട്ട് BSNLാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കേബിൾ നശിപ്പിച്ചതിനുള്ള കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കാര്യം അത് നോൺ ബെയിലബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണ്. അതിഭയങ്കരമായ പെനാൽറ്റി ചാർജ് ചെയ്യാവുന്ന ഒരു വകുപ്പാണ്. കാര്യം അതിന് ഇന്ത്യയിൽ വ്യക്തമായ നിയമമുണ്ട്. അങ്ങനെ നശിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റം തന്നെയാണ്. 2, കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് അവർ ലംഘിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനം അവർക്ക് കൽപ്പിച്ചനുവദിച്ചിരിക്കുന്ന ഒരു മൗലിക അവകാശ ലംഘനമാണ് KSEB നടത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ BSNL കൊടുക്കുന്ന ആ കേസിൽ വേണമെങ്കിൽ ഈ കട്ട് ചെയ്യപ്പെട്ട നഷ്ടം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട ആ ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും കക്ഷി ചേരാവുന്നതുമാണ്. അവർക്കും കൊടുക്കാം കേസുകൾ. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന LCO മാത്രം കടന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടോ കൈകാലിട്ടടിച്ചിട്ടോ അല്ലെങ്കിൽ നിലവിളിച്ചിട്ടോ അങ്ങാർക്കൽ ആ ഒരു സമൂഹത്തിന് ഒത്തിരിയും ലിമിറ്റേഷനാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തടസ്സപ്പെടുന്ന ഉപഭോക്താക്കളും ആ LCOമാരെ സഹായിക്കണമെന്നാണ് എൻ്റെ രണ്ടാമത്തെ ഒരു അപേക്ഷ. 3, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുവാൻ വൈമുഖ്യം കാണിക്കുന്ന BSNL, നിങ്ങൾ ദയവായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെ വരുന്ന തടസ്സങ്ങൾ നേരിട്ട് BSNLന് കംപ്ലയിൻറ്റ് ചെയ്യാം, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാം.
അങ്ങനെ ഈ നിങ്ങൾക്കൊപ്പം നിന്ന്, നിങ്ങളോട് തോളോട് ചേർന്ന് നിന്ന് നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ച ഈ LCOമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞു, ഉദ്യമി കണക്ഷനുകൾ, പോൾ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണ് ധാരാളം LCOമാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ വന്നവർ ഈ പോൾ റെൻ്റ് അടയ്ക്കണം എന്നൊരവസ്ഥ വന്നാൽ അവർക്ക് എന്ത് ലാഭമായിരിക്കും ഈ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന 50% കൊണ്ട് ഇത്രയും 10,000 1,500 പോസ്റ്റിന് റെൻ്റ് അടയ്ക്കുവാൻ പറ്റുമോ? ഇവർ പറയുന്ന പുതുക്കിയ റേറ്റ്, ഇപ്പം ഈ കേസിൽ കക്ഷികൾ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ചേർന്നിട്ടുള്ളവർക്ക് വേണമെങ്കിൽ 140 രൂപ 145 GSTയും പിന്നെ കാലാനുസൃതമായി 3 വർഷം വന്നിരിക്കുന്ന ആ ഒരു 3% വരെ വരുത്താവുന്ന എഗ്രിമെൻറ്റ്, അങ്ങനെ ഏകദേശം 178 രൂപയോളം വരുന്നത്. ആ 178 രൂപ ഒരു വർഷത്തേക്ക് ഒരു പോസ്റ്റിന് വെച്ച് അടയ്ക്കുവാണെങ്കിൽ തന്നെ 1500 പോസ്റ്റ് വലിച്ചാൽ ഗ്രാമങ്ങളിൽ ദൂരം കിലോമീറ്റർ കണക്കിന് കേബിളുകൾ വലിച്ച് 10 ലക്ഷവും 12 ലക്ഷവും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് BSNL-ഒപ്പം നിൽക്കുന്ന ഈ ഫ്രാഞ്ചൈസികൾക്ക് 10, 200, 250 കണക്ഷനുകൾ മാത്രമുള്ള അവർക്ക് ഏറ്റവും കുറഞ്ഞ താരിഫാണ് ഗ്രാമങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഉദ്യമിയുടെ ഏറ്റവും കുറഞ്ഞ താരിഫായ 399 ആ ഒരു താരിഫായിരിക്കും ഭൂരിഭാഗവും നിലനിൽക്കെ അവർക്ക് അതിൻ്റെ നേർപകുതി ലഭിച്ചാൽ പോലും 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ലഭിക്കുമെങ്കിൽ പോലും അവർക്ക് ആ എമൗണ്ട് ഈ പോൾ റെൻ്റ് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവരുടെ ചെലവും കഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുമോ? അതുകൊണ്ട് നിലവിൽ ഓൾറെഡി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഉടമ്പടി KSEBയെ ബോധ്യപ്പെടുത്തി അതിന് നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിച്ച് ഈ കാര്യം നടപ്പിലാക്കുവാൻ ഈ LCOമാരെക്കാട്ടിൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് BSNL-ആണ്. BSNL സത്യം പറഞ്ഞാൽ ഈ അവസരത്തിൽ ഈ LCOമാരെ ചതിക്കുക തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ നീറുന്ന ഒരു കൂട്ടം തൊഴിലാളി, ഞാൻ പറഞ്ഞ അവർ സംഘടിതരല്ല, അവർക്ക് യാതൊരു വിധമായ സംരക്ഷണവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംരക്ഷണമില്ല. അവർ എല്ലാ MPമാരെയും MLAമാരെയും കണ്ട് ഈ കാര്യങ്ങൾ അവർ ബോധിപ്പിച്ചിട്ടുണ്ട്. അവർ കാണാത്ത നേതാക്കന്മാർ ഇനി കേരളത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരോടും അവർ സംസാരിച്ചു, മെയിലുകൾ അയച്ചു, പലർക്കും അവർ ഗ്രൂപ്പായി മെയിൽ അയച്ചു. എന്നിട്ടൊന്നും യാതൊരു നടപടികളും ഉണ്ടാകാതെ സത്യത്തിൽ പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് ഈ ഒരു കൂട്ടം. ഞാൻ പറഞ്ഞു, ഒന്ന് KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, കേബിൾ കട്ട് ചെയ്ത് നശിപ്പിക്കുന്ന പ്രവണതകൾ. 2 BSNL-ൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ യാതൊരു വിധമായ കോർപ്പറേഷനും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇത് ആശയക്കുഴപ്പത്തിലാക്കുന്നത് LCOമാരെയാണ്. നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾക്കൊപ്പം നിന്ന ഈ LCOമാരെ നിങ്ങൾ കൈവിട്ട് കളയുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും ഈ സമയത്ത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. നമസ്കാരം.